അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിടരുന്ന പൂവേ, നീ വിടരുന്നതപരാധമായോ? ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ? ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ? മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളേ, ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ്. അതായത് കോൾഡ് പ്രോസസ്സിങ് സോപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ തരത്തിലുള്ള ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹിബിക്കസ് എന്ന് എഴുതിയത് ഞാൻ തല തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാനത് ശ്രദ്ധിക്കാതെ എന്താ പറയുക എസിട്ടിട്ട് പിന്നെ യൂട്രൈന് സീട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊറുക്കണേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താണെങ്കിൽ ഓൾറെഡി എല്ലാ തരം ഓയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ മുന്നിൽ വെച്ച പാത്രങ്ങളെല്ലാം കളറ് ചേർത്തിട്ട് ആ ഓയിലെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ച് കളറ്, അതായത് ഒരു വൈറ്റനിങ് ഓയിൽ ഓറഞ്ച് പീൽ വെച്ചിട്ട് അതിലേക്ക് ഓറഞ്ച് കളർ ആഡ് ചെയ്യാനും, അലവേര ഓയിൽ, പിന്നെ ഹിബിക്കസ് ഓയിൽ, ശംഖുഷ്പ ഓയിൽ, പിന്നെ സാദാ മഞ്ഞൾപ്പൊടി, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓയിലുകൾ എടുത്തേക്കണത്. ഏകദേശം ഒരു 5-6 തരം ഐറ്റംസ് ഓയിൽ ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കോൾഡ് പ്രോസസ്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല സോപ്പാണ് കേട്ടോ കോൾഡ് പ്രോസസ്സിങ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. വൈറ്റനിങ് ഓയിൽ പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുള്ളതാണ് വൈറ്റനിങ് ഓയിൽ. മെയിനായിട്ട് ഓറഞ്ച് പീലൊക്കെ ഉണ്ട്, രക്തചന്ദനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊരു ഓറഞ്ച് പീൽ ഓറഞ്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് കളർ എടുത്തത്. കാരണം ഹിബിക്കസ് റെഡ് ആകുമ്പോൾ അത് വീണ്ടും റെഡ് ആക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാ പാത്രത്തിലും കളറ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നീല, ശംഖുഷ്പത്തിന് ബ്ലൂ, പിന്നെ മഞ്ഞ കളർ എടുത്തിട്ടുണ്ട്. അത് അല്പം മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മഞ്ഞൾപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കണേ. അതായത് വരട്ടുമഞ്ഞൾ എടുക്കാൻ പറ്റിക്കൽ വരട്ടുമഞ്ഞൾ എടുക്കുക. ഇതിൽ മഞ്ഞൾ അരച്ച് ചേർക്കരുത്. കോൾഡ് പ്രോസസ്സിങ് ആയ കാരണം കൊണ്ട് മഞ്ഞൾ അരച്ച് ചേർക്കാതെ മഞ്ഞൾപ്പൊടി എടുക്കുക. പിന്നെ നീം, പിന്നെ നീം, അലവേരക്കയുടെ പച്ച കളറ്, പിന്നെ എടുത്തേക്കണത് ഞാൻ ഹിബിക്കസ് ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, നിങ്ങളതൊന്ന് കണ്ടില്ല എന്ന് വെച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ശംഖുഷ്പത്തിൻ്റെ ഓയിൽ മുന്നേ മിക്സ് ചെയ്ത് ഇരുന്നായിരുന്നു, അതിലേക്ക് ശംഖുഷ്പത്തിൻ്റെ ഓയിൽ എടുത്ത് ഒഴിക്കുകയാണ്. കളറ് അതിലേക്ക് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കോൾഡ് പ്രോസസ്സിങ് സോപ്പിൽ ഇത്തിരി കൂടുതൽ കളർ, ഒരു 5 ഗ്രാം കളറൊക്കെ 1 കിലോയ്ക്ക് എടുത്താൽ മാത്രമാണ് അത് നന്നായിട്ട് ഇങ്ങനെ കാണിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് ഡള്ളായി പോവും, മങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തേക്കണതിൽ ഞാൻ മഞ്ഞൾ എണ്ണ കാച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെങ്കിൽ മഞ്ഞളിലേക്ക് ആഡ് ചെയ്യണത് പ്ലെയിൻ ഓയിലാണ്. അതായത് നമ്മുടെ സാധാ കോക്കനട്ട് ഓയിലാണ് ഞാൻ മഞ്ഞളിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ അത് മഞ്ഞ കളറ് മാത്രമേ ഉള്ളൂ, മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടാൻ പോകണേ ഉള്ളൂ. ഒരു കിലോനൊക്കെ ഒരു 2 ടീസ്പൂണൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കസ്തൂരി മഞ്ഞൾ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ ഈ വൈറ്റായിട്ട് കാണുന്നതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. മഞ്ഞ കളറല്ല കേട്ടോ, ശരിക്കും വൈറ്റ് കളറാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ വില ഇത്തിരി ജാസ്തിയാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വൈറ്റ് കളറാണ്. അപ്പോൾ അതിലേക്ക് പ്ലെയിൻ ഓയിലാണ് ഞാൻ എന്താ പറയുക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഹിബിക്കസ് എടുത്തിട്ട് കുറച്ച് റെഡ് കളർ എടുത്തിട്ട്, ഇതെല്ലാം എടുക്കേണ്ടത് ഓയിൽ കളറാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും വാട്ടർ കളറല്ല, എല്ലാം ഓയിൽ കളറാണ്. ഒരു സ്പാച്ചിൽ കൊടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട്, ഇതിലൊക്കെ നല്ല തരി കട്ടൊക്കെ ഉണ്ടാവും, അതെല്ലാം നന്നായി ഉടച്ച് നന്നായി ഇതാക്കിയിട്ട് വേണം അരിച്ചിട്ട്, ഒരു തുണി വെച്ചിട്ട് അരിച്ച് വേണം ഒഴിക്കാൻ.
പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കണം ആദ്യം 1/2 കിലോ വെളിച്ചെണ്ണ നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ നല്ല സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ നമ്മളൊരു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതാണ് കൂടുതൽ എടുത്തേക്കണം. ഇതെല്ലാം നമ്മൾ 100 ml വീതം എടുത്തിട്ടുള്ളൂ. അതിൽ 1/2 കിലോ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പം അതിന് അനുപാതമായ കാസ്റ്റിക് സോഡ ലായനി, അതായത് ലൈ സൊല്യൂഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ലൈ ഇനി ഈ പാത്രത്തിലേക്കാണ് ഞാൻ ലൈ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോണത്. എപ്പോഴും നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് എടുക്കുക, അല്ലെങ്കിൽ നല്ല സ്റ്റൈലിൻ സ്റ്റീൽ എടുക്കുക. എന്നിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ പാത്രത്തിലേക്കും ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ കളർ ഒഴിച്ച പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം ഞാൻ ഫ്രേഗ്രൻസ് ഞാൻ ഓൾറെഡി അത് ചെയ്തേക്കണത് ഗ്ലിസറിൻ വെച്ചിട്ടുള്ളൊരു സോപ്പാണ്. അതായത് കോൾഡ് പ്രോസസ്സിങ്ങിൽ ഗ്ലിസറിൻ വെച്ചിട്ടാണ്. നിങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 10 ആൾ ഒരുമിച്ചൊക്കെ ആണെങ്കിൽ 300 രൂപയേ ഉള്ളൂ. അതായത് 299 രൂപയുടെ ഒരു പാക്കേജ്. ഒരു എന്താ പറയുക, ഇതൊക്കെ പുറത്ത് 750 മുതൽ 1000 രൂപ വരെ ഉണ്ട്. പക്ഷേ നിങ്ങൾ 10 ആൾ ആണ് ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ചിൻ്റെ കഴിഞ്ഞു 10 ആൾ വെച്ചിട്ടുള്ള ക്ലാസ്. ഒറ്റയ്ക്ക് വരുമ്പോൾ ഫീ ഉണ്ട്. പക്ഷേ 10 പേരൊക്കെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ 299 രൂപ വെച്ചിട്ടാണ് ഇത്തരം സോപ്പ് മേക്കിംഗ് നിങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരും താല്പര്യമുള്ളവരും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതായത് ഞാൻ എടുത്തേക്കണത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ട്രാൻസ്പെറൻ്റ് ആയ ഒരു ട്രേൺ എടുത്തേക്കണം. അതിൽ നന്നായി വെളിച്ചെണ്ണ തടവി കൊടുക്കണം, നിർബന്ധമാണ്. കാരണം സിലിക്കൺ മോൾഡ് അല്ലാത്ത എന്തും എടുക്കുകയാണെങ്കിൽ അതിൽ നന്നായി വെളിച്ചെണ്ണ തടവി കൊടുക്കണം. അത് വെളിച്ചെണ്ണ തടവേണ്ടത് ചൂടാക്കി ഉരുക്കി ഒഴിക്കണ സോപ്പിൻ്റെ ഒന്നും വെളിച്ചെണ്ണ തടവേണ്ട ആവശ്യമില്ല സിലിക്കൺ മോൾഡിൽ. പക്ഷെ നമ്മളിവിടെ പ്ലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്, കോൾഡ് പ്രോസസ്സിങ് സോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്യണം. എൻ്റെ ഇഷ്ടപ്രകാരം നല്ല ഭംഗിയിലൊരു ബട്ടർഫ്ലൈ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊരു ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കുക. ഇതിപ്പോൾ പുറത്തൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യുക. കാരണം പുറത്താർക്കും വേണമെങ്കിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിൽക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് എന്തൊക്കെ ലൈസൻസ് വേണമെന്നുള്ളത് ഞാൻ ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. ലൈസൻസ് സോപ്പ് അതർ ഓൾറെഡി ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, സോപ്പ്, ഷാമ്പു, ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ക്രീമുകൾ, അങ്ങനെ എല്ലാം ഉണ്ടാക്കണതിൽ കോസ്മെറ്റിക് ലൈസൻസ് നിർബന്ധമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മീഷോ ഇതിലൊന്നും സെല്ല് ചെയ്യാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല. സാധാ ഒരു വീട്ടമ്മ, ഒരു ചെറിയൊരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് GST നിർബന്ധമായിട്ട് വേണമെന്നുള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ല് ചെയ്യണമെങ്കിൽ GST വേണം. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ഇത് ബിസിനസ്സായിട്ട് നല്ല മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കോസ്മെറ്റിക് ലൈസൻസ് വേണം. അതിന് നിങ്ങൾ വ്യവസായ വകുപ്പായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിലൊക്കെ അവർ തരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നല്ല ഭംഗിയിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് വെച്ചു. 24 hours കഴിയാതെ എടുക്കരുത് കേട്ടോ. അപ്പോൾ വൈറ്റ് ഞാൻ ചെയ്തേക്കുന്നത് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ വൈറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ യെല്ലോ, ബ്ലൂ, വൈറ്റ് ഇങ്ങനെ ആക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഗ്രീൻ, പിന്നെ വൈറ്റ്, ബ്ലൂ ഇത് മാത്രമായിട്ട് ചെയ്യണമെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല ഡിസൈൻ കിട്ടും. പിന്നെ നിങ്ങളുടെ എന്താ പറയുക യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലവിധ ഡിസൈനും ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ എന്നിട്ട് ഇത് ആയതിൻ്റെ ശേഷം ഇങ്ങനെ തന്നെ വെക്കണം. 24 hours കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 24 hours എടുക്കുന്നത്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ട്രേ കമഴ്ത്തിയിട്ട് ട്രേന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം.
പക്ഷേ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ മിനിമം 7 ദിവസമെങ്കിലും കഴിയണം. 7 മുതൽ 15 ദിവസം വരെ ചെയ്യണം നല്ലതാണ്. പക്ഷേ ഇത് നല്ല വെളിച്ചെണ്ണയും പിന്നെ ഞാൻ എപ്പോഴും ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. നല്ല വെളിച്ചെണ്ണ എടുത്താൽ ചൊറിയില്ല. പിന്നെ ഇത് സ്റ്റോൺ പൗഡർ നിങ്ങൾ ഇടരുത്. സ്റ്റോൺ പൗഡർ ഞാൻ ഈ സോപ്പിലൊന്നും എൻ്റെ സോപ്പിലൊന്നും ഞാൻ സ്റ്റോൺ പൗഡർ ഇടാറില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാ ആയി വരുന്നേ ഉള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്തതാണ്. നൈറ്റായിപ്പോയി, കാരണം ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ്, ഉച്ചയാകുമ്പോഴൊക്കെയാണ് ഒഴിച്ച് വെച്ചത്. അപ്പോൾ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. സാധാരണ 24 hours വേണം ഇതിങ്ങനെ സെറ്റായി വരണമെങ്കിൽ. അപ്പോൾ ഏകദേശം 3-4 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. 4 അല്ല 5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ 5 മണിക്കൂർ പോരാ, നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ 24 hours വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, എന്നെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ.